ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടാകുമെന്ന വാർത്തയാണ് നിലവിൽ ചർച്ചയാകുന്നത്. നിരവധി തവണ ഇസ്രയേൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചതായും ഒടുവിൽ ട്രംപ് തന്നെ നേരിട്ട് ഇടപെടുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ചൈനയിൽ നിന്ന് 3 കാർഗോ വിമാനങ്ങൾ തുടർച്ചയായി ഇറാനിലേക്ക് എത്തിയെന്ന ടെലിഗ്രാഫ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രയേലുമായുള്ള സംഘർഷം കാരണം ഇറാന്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിമാനങ്ങൾ അവയുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയതായും ഇത് റഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും അദൃശ്യമായതായും ആരോപിക്കപ്പെടുന്നുണ്ട്. സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഒരു രഹസ്യ ദൌത്യമാണിതെന്ന് കരുതപ്പെടുന്നു. ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഇറാന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സൈനിക സാമഗ്രികളോ നിയന്ത്രിത സാധനങ്ങളോ വിമാനങ്ങൾ വഹിച്ചിരുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. ട്രാൻസ്പോണ്ടർ ഷട്ട് ഡൌൺ ചെയ്തതും ടെഹ്റാനിൽ അപ്രഖ്യാപിതമായി വിമാനങ്ങൾ ഇറക്കിയതും ഉൾപ്പെടെ ലാൻഡിംഗുകളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ഇറാനും ചൈനയും തമ്മിലുള്ള ഏകോപനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രയേലിന്റെ ആക്രമണങ്ങളുടെ പരമ്പരയെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനെ ചൈന പരസ്യമായി ശക്തമായി അപലപിച്ചതിനെ തുടർന്നാണ് രഹസ്യ വിമാനങ്ങൾ വരുന്നത്. ആക്രമണങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലീൻ ജിയാൻ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം രൂക്ഷമാകുന്ന നടപടികൾക്കെതിരായി ബീജിംഗിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ ഓപ്പറേഷന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചൈന വളരെയധികം ആശങ്കാകുലരുമാണ് എന്നും ജിയാൻ എക്സിൽ കുറിച്ചിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഇസ്രയേലി വ്യോമാതിർത്തി അടച്ചതും ചൂണ്ടിക്കാട്ടി ചൈനീസ് പൗരന്മാർക്ക് ടെല്ലവീവിലെ ചൈനീസ് എംബസി ഒഴിപ്പിക്കൽ നിർദ്ദേശവും നൽകിയിരുന്നു. അതേസമയം ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പാടെ തെറ്റിക്കുന്നതാണ് ഇറാന്റെ തിരിച്ചടി. സയനിസ്റ്റ് ഭരണകൂടത്തിന് ആദ്യം ഉണ്ടായിരുന്ന ആഹ്ലാദമെല്ലാം ഇപ്പോൾ ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇസ്രയേലി ജനത ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമാണ് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂൺ 13 അകാരണമായി ഇസ്രയേൽ തുടങ്ങിവെച്ച ഇറാൻ ആക്രമണത്തിന്റെ ഗതി മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നെന്ന വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. എന്നാൽ ഇറാനും തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസമെല്ലാം സയനിസ്റ്റ് ഭരണകൂടത്തിനും അവിടുത്തെ ജനതയ്ക്കും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും ചേർന്ന് കോട്ട കെട്ടിക്കാക്കുമെന്നതായിരുന്നു ഇസ്രയേലിന്റെ ആത്മവിശ്വാസം. അയൺഡോമും ആരോയും ഡേവിഡ് സ്ലിംഗും താഡ് പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഇറാന്റെ ഏത് ആക്രമണത്തെയും തടുക്കുമെന്ന് സയനിസ്റ്റ് ഭരണകൂടം ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിയും തോറും ഈ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നിരവധി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലി മണ്ണിൽ പതിക്കുന്നത്. മധ്യ ഇസ്രയേലാണ് പ്രധാനമായും ഇറാനി ആക്രമണത്തിന്റെ ചൂടറിയുന്നത്. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഇസ്രയേൽ പൗരന്മാരുടെ ഫോണുകളിലേക്ക് അപായ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലും ബോംബ് ഷെൽട്ടറുകളിലേക്കും ഏതു നേരവും പോകേണ്ട അവസ്ഥയാണ് അവർക്ക്. ഇറാനി മിസൈലുകളെല്ലാം തടുക്കുന്നുണ്ടെന്ന് ഇസ്രയേലി സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ടെല്ലവീവിൽ ഉൾപ്പെടെ സംഭവിക്കുന്നത് മറിച്ചാണ്. രക്ഷാപ്രവർത്തകർ സംഭവ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടെങ്കിലും അഭൂതപൂർവമായ സാഹചര്യമാണെന്നാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.